ഇന്നൊരു നാടൻ ബീഫ് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, അപ്പം, ഗീ റൈസ് എന്നിവേണ്ട എല്ലാ മെയിൻ ഡിഷിൻ്റെ കൂടെയും ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ ബീഫ് റോസ്റ്റ്. സോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ആദ്യം നമുക്കൊന്ന് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് 1/2 കിലോ ക്ലീൻ ചെയ്ത ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവും. എരിവ് കുറവ് മതിയെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബീഫിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബീഫിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങും. എന്നാലും ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ബീഫ് അടിയിൽ പിടിക്കാതിരിക്കാനാണ്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കുക്കർ അടച്ചിട്ട് ഒരു 7 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 7 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെ നമുക്ക് തുറന്നു നോക്കാം. ബീഫ് എടുത്ത് ഒരു ചെറിയ പീസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോന്ന്. ഇതിപ്പോ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ബീഫ് ഇനി വരട്ടിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നാടൻ ഡിഷസിനൊക്കെ ചെറിയുള്ളി ചേർക്കുമ്പോഴേ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. ഇത്രയും ചെറിയുള്ളി ഇല്ലെങ്കിൽ കുറച്ച് ചെറിയുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ സവാള മാത്രമായിട്ടും ചെയ്യാം. പക്ഷേ ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ക്രഷ് ചെയ്തതാണ്. അതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയുടെ കളർ മാറുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത തക്കാളിയാണ്. ഇതൊട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. തക്കാളി ഇപ്പൊ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബീഫും ചെറിയുള്ളിയും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനി നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കൂടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ 1 തണ്ട് കറിവേപ്പില. നമ്മൾ ഈ നാടൻ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പിലക്കൊന്നും ഒരു പിശുക്കും കാണിക്കേണ്ട ആവശ്യമില്ല. നല്ലോണം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. ഞാനിനി കുറച്ചും കൂടി നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഇതേപോലെ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഞാനിത് ഒരു 5 മിനിറ്റും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.